JEE Main 2026 Phase 1-ൽ ജാനുവരി 22 നടന്ന ഷിഫ്റ്റ് 2 എക്സാമിലെ ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നായിരുന്നു. ഇക്വിലിബ്രിയത്തിലെ pH ഓഫ് ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് മിക്സർ വിൽ ഗീവ് ബഫർ സൊല്യൂഷൻ വിത്ത് pH 9.25? അപ്പൊ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുകയാണ് pH എന്ന് പറയുന്നത് 9.25 ആണ്. അങ്ങനെയാണെങ്കിൽ POH എന്ന് പറയുന്നത് 14 മൈനസ് 9.25 എടുക്കണം. ദാറ്റ് ഈസ് 4.75 വരും. ബട്ട് നമുക്കറിയാം pH ഓഫ് ബഫർ സൊല്യൂഷൻ ഇതൊരു വീക്ക് ബേസ് ആണുള്ളത്. വീക്ക് ബേസ് സ്ട്രോങ് ആസിഡ് ആണ് എന്ന് പറഞ്ഞാൽ ബേസിക് ബഫർ ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താണ്? POH ഈസ് ഈക്വൽ ടു PKB പ്ലസ് ലോഗ് സാൾട്ടിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ബേസിന്റെ കോൺസെൻട്രേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം 4.75 വിച്ച് ഈസ് ഈക്വൽ ടു 4.75 പ്ലസ് ലോഗ് സാൾട്ട് ബൈ ബേസ്, or 4.75 minus 4.75 which is equal to log salt by base. അങ്ങനെയാണെങ്കിൽ 0 is equal to log 1 which is equal to log salt in the concentration divided by ബേസിന്റെ കോൺസെൻട്രേഷൻ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ബേസ് എന്ന് പറയാം. നൗ ഒരു ബേസ് പ്ലസ് ആസിഡ് ഗീവ്സ് സാൾട്ട് പ്ലസ് വാട്ടർ. ഇതാണ് ആക്ച്വലി നമ്മുടെ കയ്യിലുള്ളത്. ഒരു ബേസ് പ്ലസ് ആസിഡ് ഗീവ്സ് സാൾട്ട് പ്ലസ് വാട്ടർ. ഇപ്പൊ ബേസ് ആയിട്ട് നമുക്ക് ഇവിടെ ആരാ ഉള്ളത്? NH4OH പ്ലസ് ആസിഡ് ആയിട്ട് ആരാ ഉള്ളത്? HCl. ഇവർ കമ്പൈൻ ചെയ്താൽ ഏത് സാൾട്ട് നമുക്ക് കിട്ടുക? NH4Cl പ്ലസ് H2O. ഈ NaOH ഞാൻ ആക്ച്വലി ഇവർ മിച്ചം വരണമെങ്കിൽ നമ്മൾ ചിന്തിക്കുക ന്യൂട്രലൈസേഷൻ നോക്കുമ്പോൾ ഇത് 2A കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ ഇത് ഞാൻ A കോൺസെൻട്രേഷൻ ഇനീഷ്യലി എടുത്താൽ ഇവിടെ 0 0. അപ്പോൾ ഇത് 2A മൈനസ് A എന്ന് വരാം, ഇത് A മൈനസ് A വരാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ A ഉണ്ടാവാം, A ഉണ്ടാവാം എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി A കോൺസെൻട്രേഷൻ വരും, ഇത് 0 വരും, ഇത് A വരും, ഇത് A വരും. അപ്പോൾ എത്രയാണോ ഇനീഷ്യലി നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് ഉള്ളത് അതിന്റെ ഡബിൾ നമ്മൾ എന്തെടുക്കണം? ബേസ് എടുക്കണം. അപ്പൊ ആ ഒരു ലോജിക് നമ്മളിവിടെ അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ NaOH എന്ന് പറയുന്നത് 0.2 ഇൻറ്റു 0.4 എന്ന് പറഞ്ഞാൽ 0.08. പക്ഷെ ഇവിടെ 0.1 ഇൻറ്റു 1 ചെയ്ത് കഴിഞ്ഞാൽ 0.1. അപ്പൊ HCl ആ കൂടുതൽ. അതൊരിക്കലും ബഫർ കിട്ടാൻ പോകുന്നില്ല. HCl ആ മിച്ചം വരിക. സോ അതുപോലെ അടുത്തത് 0.2 NaOH ഓഫ് 0.5 ലിറ്റർ ആണ്. ഇത് 0.1 മോളാർ HCl ഓഫ് 0.5 ലിറ്റർ ആണ്. അപ്പം ആസിഡിന്റെ ഡബിൾ ആണ് ബേസ്. സോ ഇത് ആൻസർ ആണ്. അടുത്തത് 0.5 ഓഫ് 0.2 എന്ന് പറഞ്ഞാൽ 0.1. 0.5 ഇൻറ്റു 0.2 0.1 വരും. അടുത്ത് ഇവിടെ 0.2 ഇൻറ്റു 0.5 തന്നെയാണ് 0.1. അപ്പോൾ അത് രണ്ട് ഈക്വലേ ഉള്ളൂ. അതുകൊണ്ട് ന്യൂട്രലൈസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, നമുക്ക് ബഫർ ഉണ്ടാവാൻ പോകുന്നില്ല. അടുത്ത് നമ്മൾ നോക്കുക 0.4 ഇൻറ്റു 1 ലിറ്റർ. ഇവിടെ 0.1 ഇൻറ്റു 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കും? ഇവിടെ നമുക്ക് ആസിഡിന്റെ ബേസിന്റെ കോൺസെൻട്രേഷൻ 4 ടൈംസ് കൂടുതലായിരിക്കും ആസിഡിനെക്കാളും. ഇതും വരില്ല. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ എന്ത് ചെയ്യാം? കൺക്ലൂഡ് ചെയ്യാം. ആൻസർ ഓപ്ഷൻ 2 ആണ്. അതായത് ബേസിന്റെ കോൺസെൻട്രേഷൻ ആസിഡിന്റെ കോൺസെൻട്രേഷനെ ഡബിൾ വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ ആക്ച്വലി നമുക്ക് പറയാം POH ഈസ് ഈക്വൽ ടു PKB ആയിരിക്കും. അപ്പൊ അവിടെ നമുക്ക് POH ഈസ് ഈക്വൽ ടു PKB ആയിരിക്കും. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ മക്കളെ? യെസ്.